അസമിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ലഹരിക്കടത്തിൽ പ്രധാനിയെ പൂട്ടി എക്സൈസ്. കബൂത്തർ ഭായിയുടെ വലങ്കൈ മസൂദ് ആലമാണ് അറസ്റ്റിലായത്. ചൈന വൈറ്റ് വിഭാഗത്തിൽപ്പെട്ട 21 ഗ്രാം ഹെറോയിൻ പിടിച്ചെടുത്തിട്ടുണ്ട്. കബൂത്തറിൽ നിന്ന് തുടങ്ങിയ അന്വേഷണമാണ് മസൂദിലെത്തിയത്. എസ് രാഗനുടെ വിശദാംശങ്ങളുമായി. രാഗൻ, കബൂത്തർ ഭായ് എന്ന് പറയുന്നത് ഒരു ലഹരി മാഫിയ തലവനാണ്. ഇയാളിൽ നിന്ന് ഒരു ജനുവരി 30-നാണ് തവിട്ടു നിറത്തിലുള്ള ഹെറോയിൻ പിടിച്ചെടുത്തു എന്ന വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അയാളിൽ തുടങ്ങിയ അന്വേഷണം അടുത്ത ആളിലെത്തി നിൽക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? അതെ, തീർച്ചയായും സുപ്രധാന കസ്റ്റഡിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എക്സൈസ് സംഘമാണ് ഈ മസൂദ് ആലത്തെ പിടികൂടിയിരിക്കുന്നത്. അസമിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ലഹരിക്കടത്തിലെ പ്രധാനിയാണ് ഇയാൾ. 21 ഗ്രാം ചൈന വൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഹെറോയിനാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത്. ഇടപാടുകാരനെ കാത്തു നിൽക്കുകയായിരുന്നു. എക്സൈസിന്റെയാണ് ഈ സുപ്രധാന നടപടി. എക്സൈസ് സ്പെഷ്യൽ ഇന്റലിജൻസ് സ്ക്വാഡിന്റെയും മറ്റും നേതൃത്വത്തിലാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. നേരത്തെ അനശ്വര സൂചിപ്പിച്ചതുപോലെ കബൂത്തർ ഭായ് എന്നറിയപ്പെടുന്ന ജഹീദുൽ ഇസ്ലാം, റംസാൻ അലി എന്നിവരെ 16 ഗ്രാം ചൈന വൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന തവിട്ട് നിറത്തിൽ വരുന്ന വീര്യം കൂടിയ ഈ ഹെറോയിനുമായി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കാക്കനാട് നിന്ന് പിടികൂടിയിരുന്നു. അവരെ ചുറ്റിപ്പറ്റി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ മസൂദ് ആലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. മസൂദ് ആലമാണ് ഈ അസമിൽ നിന്ന് പ്രധാനമായും ലഹരി ഇവിടേക്ക് എത്തിക്കുന്നത്. അതിൽ നിന്നുള്ള ലഹരിയാണ് ഈ പറയുന്ന കബൂത്തർ ഭായ് എന്നറിയപ്പെടുന്ന ജഹീദുൽ ഇസ്ലാമിനും മറ്റുമൊക്കെ പോയിരുന്നത്. അങ്ങനെ ഇതൊരു വലിയ റാക്കറ്റാണ്. അവിടെ നിന്ന് ലഹരി ഇവിടെ എത്തിക്കുന്നു, ഇവിടെ വിൽപ്പന നടത്തുന്നു. അവരെയാണ് ഇപ്പോൾ എക്സൈസ് സംഘം പിടികൂടുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. ഇയാളിൽ ഇപ്പോൾ 21 ഗ്രാം ഹെറോയിൻ ആണ് പിടികൂടിയിട്ടുള്ളത്. അന്ന് ഈ കബൂത്തർ ഭായ് എന്നറിയപ്പെടുന്ന ജഹീദുൽ ഇസ്ലാമിൽ നിന്നും റംസാനിൽ നിന്നും 16 ഗ്രാം ഈ ചൈന വൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഹെറോയിനും അതോടൊപ്പം തന്നെ മെത്തഫെറ്റമിൻ കൂടാതെ ഈ കഞ്ചാവ് ഉൾപ്പെടെ പിടികൂടുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. എന്തായാലും മറ്റു നടപടികളിലേക്കൊക്കെ തന്നെ എക്സൈസ് വരും ദിവസങ്ങളിൽ പോകും. കൂടുതൽ അറസ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകും. ഈ മുൻകൂറായി പണം വാങ്ങിയ ശേഷം ഇടപാടുകാർക്ക് അവരുടെ സ്ഥലത്ത് ലഹരി എത്തിച്ചു കൊടുക്കുന്ന രീതിയായിരുന്നു, അത്തരത്തിലൊരു മോഡസ് ഓഫ് ഓപ്പറേൻഡി ആയിരുന്നു ഈ സംഘത്തിന് ഉണ്ടായിരുന്നതെന്നും ഈ എക്സൈസ് സംഘം വ്യക്തമാക്കുകയാണ്. എന്തായാലും സുപ്രധാന നടപടിയാണ് എക്സൈസിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ശരി, എസ് രാഗനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി മസൂദിൽ നിന്നും മറ്റൊരാളിലേക്ക് അന്വേഷണം എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.